തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഫലങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഏതാണ്ടൊക്കെ പൂർണ്ണമായി വരുന്നു. ദേശീയ തലത്തിൽ നടന്ന മറ്റ് തിരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അതിലെയും ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും മഹാരാഷ്ട്ര, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നമ്മുടെ രാജ്യത്ത്. പിന്നെ ജാർഖണ്ഡ് അത്രയും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നില്ലെങ്കിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളും ചിലത് കണ്ണു തുറപ്പിക്കുന്നതാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിന് ശിവസേന, ഉദ്ധവ് താക്കറെ, കോൺഗ്രസ്, NCP, ശരത് പവാർ സഖ്യത്തിന് വൻ തിരിച്ചടി സംഭവിച്ചു. അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും. കാരണം കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ ചുമതല കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്നും ഏൽപ്പിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള പ്രവർത്തക സമിതി അംഗമായി രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചിരുന്നു. അന്നു മുതൽ അദ്ദേഹം മുഖ്യ സമയങ്ങളിൽ മുഖ്യമായും പ്രധാന കാര്യങ്ങളും അതുപോലെ കൂടുതൽ സമയവും മഹാരാഷ്ട്രയിൽ ചെലവഴിച്ച് അവിടുത്തെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു, അവിടുത്തെ മുന്നണിയെ ശക്തിപ്പെടുത്തുകയായിരുന്നു. കാരണം മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഹരിയാന ഇലക്ഷനിൽ കോൺഗ്രസിന് ജയിച്ചു വരാവുന്ന സാധ്യതയുണ്ടെന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും വന്നിരുന്ന ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP അധികാരത്തിൽ വന്നു. കോൺഗ്രസ് ദയനീയമായിട്ട് പരാജയപ്പെട്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസവും അതുപോലെ പ്രവർത്തനത്തിൽ ഇലക്ഷൻ യന്ത്രം വേണ്ടത്ര പ്രവർത്തിക്കാതിരുന്നതുമാണ് ഹരിയാനയിലെ തിരിച്ചടിയുടെ കാരണമെന്ന് പിന്നീട് വിലയിരുത്തി കോൺഗ്രസ് നേതൃത്വം. അതായത് കിട്ടാമായിരുന്നൊരു സംസ്ഥാനം കൈവിട്ടുപോയി. BJPയിൽ നിന്നും അധികാരം പിടിക്കാമായിരുന്ന ഹരിയാനയിൽ കോൺഗ്രസ് ദയനീയമായിട്ട് തോറ്റത് സ്വന്തം കയ്യിലെ പിഴവ് കൊണ്ടാണെന്ന് പാർട്ടി തന്നെ അംഗീകരിച്ച കാര്യമാണ്. ഐക്യമില്ലായ്മ, ഗ്രൂപ്പിസം, 2-3 ഗ്രൂപ്പുകൾ, പിന്നെ ഇലക്ഷൻ പ്രചാരണം വളരെ ദുർബലമായി പോയത്, ജയിച്ചിങ്ങി വരുമെന്ന് അങ്ങ് കരുതി പണിയെടുക്കണ്ട എന്ന് ഉള്ളിടത്തൊക്കെ BJPയും കോൺഗ്രസ് ഏറ്റുമുട്ടുന്നിടത്തൊക്കെ കോൺഗ്രസ് ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ നടന്ന മഹാരാഷ്ട്രയിലും സ്ഥിതി അതാണ്. കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിച്ചിടത്ത എല്ലാ ഭൂരിപക്ഷം സീറ്റുകളിലും BJP ജയിക്കുകയും ഇപ്പോൾ കോൺഗ്രസ് തോൽക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഹരിയാനയിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിച്ചു, മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൽ ഞങ്ങൾ ഐക്യമുണ്ടാക്കി, ഞങ്ങൾ ഒത്തൊരുമിച്ച് പോവാണ്, മുന്നണിയിലെ മറ്റു പാർട്ടികളുമായിട്ടും താക്കറെ വിഭാഗം ശിവസേന, അതുപോലെ പവാർ വിഭാഗം NCPയുമായിട്ടും ശരത് പവാർ ഒക്കെ ഞങ്ങൾ സിമെന്റിട്ടെല്ലാം ഐക്യം ഉറപ്പിച്ചു, വൻ വിജയം നമ്മൾ നേടും, മുഖ്യമന്ത്രി ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കുക എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല ഇലക്ഷന് ഒരു ദിവസം മുമ്പ് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ആ അഭിമുഖം ഇപ്പോൾ വലിയ ട്രോളായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. മഹാരാഷ്ട്രയിലെ അടുത്ത മുഖ്യമന്ത്രിയെ ചെന്നിത്തലജി എപ്പോഴാണ് തീരുമാനിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ട്രോളിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പാഠം പഠിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇന്റർവ്യൂവിന്റെ സ്ക്രീൻഷോട്ട് ഇമേജ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ പറ്റും. അതിലെന്താണ് പറയുന്നത്? അപ്പൊ 2 സഖ്യമാണ് മഹാരാഷ്ട്രയിൽ മത്സരിച്ചത്. ഒന്ന് കോൺഗ്രസ് ഉൾപ്പെടുന്ന MVA, അതായത് മഹാവികാസ് അഘാഡി MVA, പിന്നെ BJP, ശിവസേന, ഷിൻഡെ വിഭാഗം നേതൃത്വം നൽകുന്ന മഹായുതി. 234 നിയമസഭാ സീറ്റിലേക്ക് നടന്ന മത്സരം. മഹായുതി അതിദയനീയമായിട്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന MVAയെ പരാജയപ്പെടുത്തി, തോൽപ്പിച്ചു. വൻ പരാജയമാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. കോൺഗ്രസും BJP നേരിട്ട് മത്സരിച്ചിടത്ത് എല്ലാ കോൺഗ്രസ് വളരെ പിന്നിപ്പോയി. അപ്പോൾ മഹായുതിക്ക് 234, BJP 132, ശിവസേന ഷിൻഡെ വിഭാഗം 57, NCP അജിത് പവാർ വിഭാഗം 41, മറ്റുള്ളവർ 4, അങ്ങനെ വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. MVAയിലോ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയിൽ ശിവസേന, ഉദ്ധവ് താക്കറെ 20 സീറ്റ് മാത്രം, കോൺഗ്രസ് 16 സീറ്റ് മാത്രം, NCP ശരത് പവാർ വെറും 10 സീറ്റ്, CPM 1 സീറ്റ്, PWPI പ്രസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ 1 സീറ്റ്, മറ്റുള്ളവർ 4 സീറ്റ്. അങ്ങനെ വളരെ ദയനീയമായ ഒരു ഇലക്ഷൻ റിസൾട്ടാണ് മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്നത്. ഇപ്പം BJPയുടെ അല്ലെങ്കിൽ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വൈകാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, അധിക ദിവസങ്ങൾ എടുക്കില്ല. അപ്പൊ ഇവിടെ
ഉസ്മാൻജി ഫെയിം രമേശ് ചെന്നിത്തലജിക്ക് പറ്റിയത് എന്താണ്? അദ്ദേഹം പിന്നെ പറഞ്ഞത്, മലയാള മനോരമയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഹരിയാന പാഠമായി, ഐക്യം ഉറപ്പാക്കി. മാതൃഭൂമിയും ഇതേ വാർത്ത ഏറ്റുപിടിച്ചിട്ട് രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ ഉഴുതുമറിച്ചു. അദ്ദേഹം മഹാരാഷ്ട്രയിലെ 36 ജില്ലകളിലും പോയി പ്രസംഗിച്ചു, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തി ഒക്കെ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭയിലെ ഈ മുന്നണിക്ക് 31 സീറ്റുകൾ കിട്ടിയതിന്റെ ബലത്തിലായിരുന്നു മഹാരാഷ്ട്രയിലെ ഈ പറയുന്ന തേരോട്ടം. അപ്പോൾ മലയാള മനോരമയുടെ ഹെഡിങ് തന്നെ വളരെ ഗംഭീരമായിരുന്നു. മഹാരാഷ്ട്രയിൽ MBA കോർത്തിണക്കി ചെന്നിത്തല. മലയാള മനോരമയിൽ വന്ന വാർത്തയുടെ തലക്കെട്ടാണ്, മഹാരാഷ്ട്രയിൽ MBA കോർത്തിണക്കി ചെന്നിത്തല, ഒരു മാല പോലെ കോർത്തിണക്കി ചെന്നിത്തല. ഹരിയാന പാഠമായി, ഐക്യം ഉറപ്പാക്കി. മുഖ്യമന്ത്രി ആരെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. ഇതാണ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്തായി? പിന്നീടൊന്നും കണ്ടില്ല. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹം മാസങ്ങളോളം മഹാരാഷ്ട്രയുടെ മണ്ണ് ഉഴുതുമറിച്ചിട്ടും എന്തേ ഈ സഖ്യത്തിന് ഇത്ര ദയനീയമായ പരാജയം ഉണ്ടായത്? ജോജി സൈമൺ മനോരമയിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അതിന്റെ ബാക്കി ഒരു ഫോളോ അപ്പ് കൂടി മനോരമ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഒരുപക്ഷെ ചെന്നിത്തലയെ കണ്ടിട്ട്. എന്നാലും ഉസ്മാൻ ബെയും ചെന്നിത്തലയ്ക്ക് ഇത് കഷ്ടകാലമായി പോയി. കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ റോളൊന്നുമില്ല. ചേലക്കരയും പാലക്കാട്ടും വയനാട്ടിലും ഒക്കെ ഇലക്ഷൻ നടന്നിട്ടും പുള്ളിക്ക് മഹാരാഷ്ട്ര ചുമതലയായതുകൊണ്ട് ഇങ്ങോട്ട് വരാനും നേരെയില്ല. ആകെ 1-2 ദിവസം വന്ന് ഓടി കറങ്ങിയൊന്ന് പോവുക മാത്രമാണ് ചെയ്തത്. അപ്പം കേരളത്തിലെ മണ്ണിലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മഹാരാഷ്ട്രയിലും ഒന്നും ചെയ്യാനാവില്ല, അവിടെയും അധികാരം ഇല്ല, കിട്ടിയില്ല. അപ്പം ഇനി എന്താവും അടുത്ത വഴി എന്നുള്ളതാണ് പ്രധാന ചോദ്യം.